12-13 നൂറ്റാണ്ടുകൾക്കിടയിൽ വിശുദ്ധ യുദ്ധങ്ങളെന്ന് വിളിക്കപ്പെട്ടവ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ധാർമ്മിക അപജയങ്ങളുടെ ഇടയിൽ മതപരമായ ആവേശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഒരു സൂര്യൻ ഈ ലോകത്തിലേക്ക് പിറന്നു. ഫ്രാൻസിസ്. അവൻ ധനികനായ ഒരു വ്യാപാരിയുടെ മകനിൽ നിന്ന് ദരിദ്രനും വിനീതനുമായ പുരാതന ക്രിസ്തുവായി പരിണമിച്ചു. അവൻ ജീവിച്ച കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ സ്പർശിക്കാവുന്ന മാതൃകയും ക്രിസ്തീയ ഉപവിയുടെ യഥാർത്ഥ ചിത്രവും ലോകത്തിന് നൽകി. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെ നീളുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ 800ാം മരണവാർഷികത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ്കൻ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലെയോ 14 മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഡിക്രിയിൽ മാർപ്പാപ്പ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. സെറാഫിക് പാത്രിയർക്കീസ് എന്നാണ് വിശുദ്ധ ഫ്രാൻസിസിനെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. ഒരുപക്ഷെ രണ്ടാം ക്രിസ്തുവെന്ന് ലോകത്തിലെ ക്രിസ്തുവിനെയും സുവിശേഷത്തെയും പരിചയപ്പെട്ട സകല മനുഷ്യരും സംശയങ്ങൾക്കിടയില്ലാത്ത വിധം വിശേഷിപ്പിച്ച ഫ്രാൻസിസിന്റെ ജീവിതം 800 വർഷങ്ങൾക്കിപ്പുറവും പ്രസക്തമാകുന്നു എന്നത് അത്ഭുതകരമാണ്. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ 21ാം നൂറ്റാണ്ടിൽ അയാളുടെ ജീവിതവും അയാൾ ജീവിച്ച ജീവിതത്തിന്റെ സന്ദേശങ്ങളും ഇത്രമേൽ പ്രസക്തമാകുന്നു എന്നതാണ് ആശ്ചര്യകരമായിട്ടുള്ളത്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ വീണ്ടും വായിക്കാൻ സഭ ഒരുക്കുന്ന ഒരു അസുലഭമായിട്ടുള്ള അവസരമാണ് ഫ്രാൻസിസ്കൻ വർഷാചരണം. ഈ വർഷാചരണത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് പൂർണ്ണ ദണ്ഡവിമോചനത്തിന്റെ അവസരമായിട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പതിവുള്ള ദണ്ഡവിമോചനത്തിന്റെ ഉപാധികൾക്ക് പുറമെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ നടത്തുന്ന തീർത്ഥാടനവും ഫ്രാൻസിസിനെ പോലെ ലോകത്തിനും മനുഷ്യർക്കും വേണ്ടി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളുമെല്ലാം പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വിശ്വാസികളെ സഹായിക്കുമെന്ന് പരിശുദ്ധ പിതാവ് പുറപ്പെടുവിച്ച ഡിക്രിയിൽ പറയുന്നു. ഇവിടെ അസീസിലെ മഹാവിശുദ്ധൻ 800 വർഷങ്ങൾക്കിപ്പുറം അയാളുടെ ജീവിതത്തെ സഭ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുമ്പോൾ ആ ജീവിതം നമുക്ക് എങ്ങനെയാണ് പ്രസക്തമായിട്ട് മാറുന്നത്? എന്തുകൊണ്ട് അസീസിലെ ഫ്രാൻസിസ് വീണ്ടും വായിക്കപ്പെടണം? 1181 ഇറ്റലി ഉംബ്രിയ പ്രവിശ്യയിലെ അസീസി എന്ന് പറയുന്ന ചെറു ഗ്രാമത്തിൽ പിയത്രോ ബെർണദോനെ എന്ന വസ്ത്രവ്യാപാരിയുടെയും പീക്കായുടെയും മകനായിട്ടാണ് ജോവാന്നി എന്ന മാമോദിസ പേരുള്ള ഫ്രാൻസിസ് ജനിക്കുന്നത്. പിതാവ് അവരുടെ ഫ്രാൻസുമായുള്ള കുടുംബപരമായ വേരുകളെ ഓർമ്മിച്ചുകൊണ്ട് മകന് സ്നേഹപൂർവ്വം വിളിച്ച പേരാണ് ഫ്രാഞ്ചെസ്കോ. ഈ അസീസിയിലെ ഫ്രാൻസിസ് ലോകത്തെ ഇത്രമേൽ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ പരിണമിപ്പിക്കുന്നത് ചിന്തിക്കേണ്ട, വായിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അസീസിയിലെ ഫ്രാൻസിസ് നമ്മുടെ കാലഘട്ടത്തിന് 3 രീതിയിൽ പ്രസക്തനാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ആദ്യം ഈ പ്രപഞ്ചവുമായിട്ട് ഫ്രാൻസിസിന് ഒരു സഹോദര തുല്യമായ ബന്ധം സൂക്ഷിക്കാൻ സാധിച്ചു. അതിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള തെളിവാണ് ഫ്രാൻസിസ് രചിച്ച സൃഷ്ടി കീർത്തനം, കാൻഡക്കിൾ ഓഫ് ക്രിയേഷൻ എന്നറിയപ്പെടുന്ന അതിമനോഹരമായ കീർത്തനം. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെയും, സൂര്യനെയും ചന്ദ്രനെയും ജലത്തെയും വായുവിനെയും എല്ലാം സഹോദര സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് അവയെപ്രതി ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായ കീർത്തനമാണ്. അവിടെ ഫ്രാൻസിസ് സൂര്യനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്: ഞങ്ങൾക്ക് ചൂടും വെളിച്ചവും തരുന്ന സഹോദരൻ സൂര്യനെ ഓർത്ത് ദൈവമേ നിനക്ക് സ്തുതി. എളിയവളും നിർമ്മലയും അമൂല്യവുമായ സഹോദരി ജലത്തെ ഓർത്ത് നിനക്ക് സ്തുതി. ഇങ്ങനെ പ്രാപഞ്ചിക വസ്തുക്കളിലെല്ലാം ദൈവത്തേജസ് കണ്ടുകൊണ്ട് ദൈവത്തെ അവയോർത്ത് സ്തുതിക്കുന്ന കാൻഡക്കിൾ ഫ്രാൻസിസ് എന്ന് പറയുന്ന യഥാർത്ഥ പ്രകൃതി സ്നേഹിയുടെ ചിത്രം വ്യക്തമാക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭീകരമായ വാർത്തകളുടെ നടുവിലാണ്. പ്രപഞ്ചത്തിന്റെ ഋതുഭേദങ്ങൾ, താളം തെറ്റുന്നതിനെ കുറിച്ചുള്ള അസ്വസ്ഥതകൾ ഒരു പൊള്ളിക്കുന്ന യാഥാർത്ഥ്യമായി നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നു. അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണങ്ങൾ കൊണ്ട് കർഷകരും സാധാരണ മനുഷ്യരും ചൂഷിതരാവുന്ന വാർത്തകളും സംഭവങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. പ്രകൃതിയെ കീഴടക്കാനുള്ള ഒരു വസ്തുവായി തെറ്റിദ്ധരിച്ച ആധുനിക മനുഷ്യന്റെ ആർത്തിയുടെ സകല ഭാവങ്ങളും രൗദ്രഭാവത്തോടെ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അസീസിയിലെ നിസ്വനായ പ്രകൃതി സ്നേഹി വീണ്ടും പ്രസക്തിയോടെ വായിക്കപ്പെടണം. അയാൾ പ്രപഞ്ചത്തെ സഹോദരി എന്ന് വിശേഷിപ്പിച്ചു. മരണസമയത്ത് ഫ്രാൻസിസിനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട്. മരണമെടുത്തപ്പോൾ ഫ്രാൻസിസ് തന്റെ തുണ സഹോദരന്മാരോട് പറയുകയാണ്: എന്നെ വെറും നിലത്ത് പൂർണ്ണനഗ്നനായി മണ്ണിൽ കിടത്തണം. എങ്ങനെയാണോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അതുപോലെ തന്നെ ഭൂമിയുമായുള്ള ബന്ധത്തോടെ നഗ്നനായി ഞാൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകണം. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ, മണ്ണിനോട് അപാരമായൊരു ബന്ധത്തിൽ ജീവിച്ചവൻ അതേ മണ്ണിൽ നഗ്നനായി കിടന്നുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയും മരണത്തെപ്പോലും സഹോദരി എന്ന് വിളിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഫ്രാൻസിസിന്റെ അവസാന വാക്കുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്
സഹോദരി മരണമേ സ്വാഗതമെന്നാണ്. ഭയപ്പെടുകയോ ഭീതിയോടെ ഓർമ്മിക്കപ്പെടുകയോ ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമെന്നതിലുപരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യപ്പെടേണ്ട ജീവിതചക്രത്തിന്റെ ഭാഗമാണ് മരണമെന്ന ഫ്രാൻസിസിന്റെ തിരിച്ചറിവാണ് സഹോദരി മരണമേ സ്വാഗതമെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചത്. 1979 വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിസ്ഥിതിയുടെ സംരക്ഷകനായി ഫ്രാൻസിസിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്: അസീസിലെ ഫ്രാൻസിസിന്റെ പ്രകൃതിയുമായുള്ള ആത്മബന്ധം എല്ലാ ക്രൈസ്തവർക്കും മാതൃകയാവണം. പ്രപഞ്ചത്തെയും പ്രകൃതിയെയും വേട്ടക്കാരന്റെ മനസ്സോടെ അല്ല, മറിച്ച് സംരക്ഷകന്റെ സ്നേഹത്തോടും കരുതലോടും കൂടി സമീപിക്കാൻ ഫ്രാൻസിസിന്റെ ജീവിതം ഓരോ ക്രൈസ്തവനെയും പ്രചോദിപ്പിക്കുന്നുവെന്നാണ്. പ്രകൃതിയുമായി ഫ്രാൻസിസ് പുലർത്തിയ ആത്മബന്ധത്തിന് 100 കഥകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അസീസിലെ പ്രേമഗായകൻ മരിച്ച രാത്രിയിൽ പകൽ മാത്രം പുറത്തിറങ്ങുന്ന ഒരു കൂട്ടം പക്ഷികൾ അവ ഫ്രാൻസിസിന്റെ വീടിന്റെ മുകളിൽ ആ രാത്രി മരണസമയത്ത് വട്ടമിട്ട് പറന്ന് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നുവെന്ന് വിശുദ്ധ ബൊനവഞ്ചർ ഫ്രാൻസിസിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിച്ച കാലത്ത് പക്ഷികളും ചെന്നായ്ക്കളും സുഹൃത്തായിരുന്ന ഒരാൾക്ക് പ്രകൃതി എത്ര സുന്ദരമായ ഒരു യാത്രയപ്പാണ് കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ഫ്രാൻസിസിനെ ഓർക്കുമ്പോൾ അമ്മയായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സഹോദരതുല്യമായ ഒരു കരുതലോടും സ്നേഹത്തോടും കൂടി പരിരക്ഷിക്കേണ്ടവരാണ് നമ്മളെന്ന ആധുനിക മനുഷ്യനെ 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച അസീസിയിലെ ഫ്രാൻസിസിന്റെ ജീവിതം പഠിപ്പിക്കുകയാണ്. അസീസിലെ ഫ്രാൻസിസിന്റെ സമകാലിക പ്രസക്തി തെളിയിക്കുന്ന രണ്ടാമതൊരു കാര്യം, അദ്ദേഹം ജീവിച്ച കാലത്ത് സമാധാനത്തിന്റെ സന്ദേശവാഹകനായിരുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസിന്റെ ഏറ്റവും മനോഹരമായ മറ്റൊരു പ്രാർത്ഥനയാണ്: ദൈവമേ, എന്നെ നിന്റെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ എന്ന് തുടങ്ങുന്ന സുന്ദരമായ പ്രാർത്ഥന. വ്യക്തികൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഫ്രാൻസിസ്. അതുകൊണ്ടാണ് 1219 ഈജിപ്തിലെ സുൽത്താൻ അൽ കാമിലുമായിട്ട് സമാധാന ചർച്ചയ്ക്ക് പോകാൻ ഫ്രാൻസിസ് തയ്യാറാവുന്നത്. കുരിശുയുദ്ധങ്ങളുടെ കാലഘട്ടമാണ്. ഇസ്ലാമിക ലോകവും ക്രൈസ്തവ ലോകവും തമ്മിൽ വലിയ ശത്രുത നിലനിൽക്കുമ്പോഴാണ് മതങ്ങൾക്കിടയിലെ അനിവാര്യമായ സാഹോദര്യ ബന്ധത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഫ്രാൻസിസ് ഒരു സമാധാന സന്ധി ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് പോകുന്നത്. ഫ്രാൻസിസിന്റെ സന്ദർശനത്തിൽ അങ്ങേയറ്റം ആകൃഷ്ടനായിട്ടുള്ള സുൽത്താൻ അദ്ദേഹത്തോട് മണിക്കൂറുകൾ ചർച്ച നടത്തുകയും സമ്മാനങ്ങൾ നൽകി ഫ്രാൻസിസിനെ തിരിച്ചയക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്ന അദ്ദേഹം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും, അദ്ദേഹത്തിന്റെ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളോടും പരസ്പരം അഭിവാദനം ചെയ്യാനായിട്ട് ലത്തീൻ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന വാചകം പാക്സ് എത്ത് ബോണും, സമാധാനവും സന്തുഷ്ടിയും എന്നുള്ള ഒരു വാചകമായിരുന്നു. അതെ, ഫ്രാൻസിസ് ലോകത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് പാക്സ് എത്ത് ബോണും എന്നാണ്. സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാവണം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ലോകം തന്നെ ഒരു വലിയ യുദ്ധക്കളമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യങ്ങൾ കലഹങ്ങൾക്കും യുദ്ധങ്ങൾക്കും കോപ്പുകൂട്ടുകയും രാഷ്ട്രത്തലവന്മാർ പരസ്പരം പോർവിളികൾ നടത്തുകയും യുദ്ധകാഹളങ്ങൾ മുഴക്കുകയും ചെയ്യുന്ന, ആയുധ സംഭരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഭീതിതമായ ഒരു കാലഘട്ടത്തിൽ അസീസിയിലെ 2ാം ക്രിസ്തുവെന്ന് പേരുകേട്ട ഈ നിസ്വനായ വിശുദ്ധൻ വീണ്ടും എത്രയോ പ്രസക്തിയോടെ വായിക്കപ്പെടുകയാണ്. 800 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പാക്സെത്ത് ബോണും, സമാധാനവും സന്തുഷ്ടിയും എന്ന അയാളുടെ ആശംസ എത്രയോ അധികമായിട്ട് നമ്മുടെ ലോകം ആഗ്രഹിക്കുന്നുണ്ട്. മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ രക്തച്ചൊരിച്ചിലുകളും നിരപരാധികളുടെ നിലവിളികളും മുഴങ്ങുന്ന ഈ കാലഘട്ടത്തിന് കേൾക്കാനാഗ്രഹിക്കുന്ന ഒരു കീർത്തനമാണ് പാക്സെത്ത് ബോണും, സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ഫ്രാൻസിസ് എത്രയോ പ്രസക്തനായിട്ട് മാറുകയാണ് ഈ 21ാം നൂറ്റാണ്ടിൽ. ഫ്രാൻസിസിനെ നമ്മുടെ ലോകത്തിനും നമ്മുടെ കാലത്തിനും പ്രസക്തനാക്കുന്ന മൂന്നാമതൊരു കാര്യം, അയാൾ ക്രിസ്തുവിനോട് അത്രമേൽ അനുരൂപനായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ചരിത്രത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതധാരി, യേശുവിൻ്റെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിക്കാനുള്ള അപാരമായ സഹനത്തിൻ്റെ കൃപ കിട്ടിയ മനുഷ്യൻ എന്നതുകൊണ്ടുകൂടിയാണ് അയാളെ 2ാം ക്രിസ്തുവെന്ന് വിളിക്കുന്നത്. അത്രമേൽ അയാൾ മിശിഹായോട് അനുരൂപനായിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ശിഷ്യനായിരുന്ന ബെർണാദ് ഫ്രാൻസിസിന്റെ ആത്മീയതയെ പരീക്ഷിച്ചറിയാൻ ഒരു രാത്രി അവർ ഒരുമിച്ച് ആയിരുന്നപ്പോൾ ഉറങ്ങുകയാണെന്ന് നടിച്ച് ഇരിക്കുകയും അയാൾ ഉറങ്ങാതെ ഫ്രാൻസിസ് ആ രാത്രി എന്ത് ചെയ്യുന്നുവെന്ന് കൗതുകത്തോടെ വീക്ഷിക്കുകയാണ്. അയാൾ എഴുതുകയാണ്, രാത്രി മുഴുവൻ ഫ്രാൻസിസ് മുട്ടിന്മേൽ നിന്ന് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുനീരോടെ ഇങ്ങനെ ആവർത്തിക്കുകയാണ്, ദേവൂസ് മേവൂസ്
എത്ത് ഓമനും, എൻ്റെ ദൈവം എൻ്റെ സർവവും. അതായിരുന്നു ഫ്രാൻസിസിന്റെ ആത്മീയതയുടെ അടിസ്ഥാനം. അയാൾ പ്രപഞ്ചത്തോട് കാണിച്ച സ്നേഹവും അയാൾ സമാധാനത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളുമെല്ലാം അടിസ്ഥാനമായി നിന്നത് ദൈവം അയാളുടെ സർവസ്വവുമായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തെക്കാൾ മറ്റൊന്നും, ലോകത്തിന്റെ സമ്പത്തോ അത് തരുന്ന സുഖങ്ങളോ അതിൻ്റെ സ്നേഹമോ ഒന്നും ഫ്രാൻസിസിന് വലുതായിരുന്നില്ല. ഒരുപക്ഷെ ഫ്രാൻസിസിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഹൃദയസ്പർശിയായ രംഗം അസീസിയിലെ ബിഷപ്പ് ഗൈദോയുടെ മുമ്പിൽ ഫ്രാൻസിസിന്റെ അപ്പൻ ബെർണദോനെ മകനെ കൊണ്ടു നിർത്തുന്ന ഒരു രംഗമുണ്ട്. സാൻ ദമിയാനോ പള്ളി പുതുക്കി പണിയുന്നതിന് വേണ്ടി വസ്ത്രശാലയിലെ തുണിത്തരങ്ങൾ മുഴുവനും വിറ്റ പണം കൊണ്ടുപോയതിൽ കുപിതനായ അപ്പൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടാണ് മെത്രാന്റെ കോടതിയിൽ ഫ്രാൻസിസിനെ ഹാജരാക്കുന്നത്. അവിടെ വെച്ച് അപ്പൻ ആവശ്യപ്പെട്ട പ്രകാരം ഉണ്ടായിരുന്ന കൈവശമുള്ള പണവും അവസാനം അപ്പന്റെ പണം കൊണ്ട് മേടിച്ച സ്വന്തം ഉടുവസ്ത്രവും ഊരി കൊടുത്തിട്ട് ഫ്രാൻസിസ് ഇങ്ങനെ പറയുന്ന ഒരു വാചകമുണ്ട്: ഇത്രയും നാൾ ഞാൻ പീറ്റർ ബെർണദോനെയാണ് അപ്പ എന്ന് വിളിച്ചത്, എന്നാൽ ഇനി മുതൽ എനിക്ക് ധൈര്യപൂർവ്വം സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ പറ്റും. ദൈവമാണ് ഇനി മുതൽ എൻ്റെ പിതാവ്. ഈ ഒരു പ്രവൃത്തി കണ്ട അസീസിയിലെ മെത്രാൻ ഗൈദോ തൻ്റെ മേലങ്കിക്കുള്ളിൽ നഗ്നനായ ഫ്രാൻസിസിനെ ചേർത്തു നിർത്തി എന്നുള്ളതാണ്. അപാരമായ ഫ്രാൻസിസിന്റെ ദൈവാശ്രയ ബോധത്തോടൊപ്പം സമകാലിക സഭയ്ക്കു തരുന്ന ഒരു വലിയ സൂചകം കൂടെ ഈ മെത്രാന്റെ പ്രവൃത്തിയിലുണ്ട്. ദരിദ്രനായ ആ ചെറുപ്പക്കാരന്റെ നഗ്നത സ്വന്തം മേൽക്കുപ്പായത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് അവനെ സ്വീകരിച്ച ആ മെത്രാന്റെ ശൈലി ഈ കാലഘട്ടത്തിലെ സഭയുടെ ശൈലിയായിട്ട് മാറണം. ദരിദ്രന്റെ നഗ്നതകളെ ചേർത്ത് പിടിക്കാനും പറ്റുന്ന ഒരു ആർദ്രമായ കരുതൽ ഈ കാലഘട്ടത്തിലെ സഭയ്ക്കുണ്ടാവണമെന്നുള്ള സന്ദേശം കൂടി ഫ്രാൻസിസിനെ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവമാണ് എൻ്റെ സർവവുമെന്ന് അവസാന ശ്വാസം വരെ വിളിച്ചു പറഞ്ഞ ക്രിസ്തുവിനോട് അത്രമേൽ അനുരൂപനായി ജീവിച്ചതുകൊണ്ടാണ് ഫ്രാൻസിസ് ഇന്നും പ്രസക്തനായിട്ട് മാറുന്നത്. ക്രിസ്തുവിനെയും അവൻ്റെ സന്ദേശങ്ങളെയും അവൻ്റെ സുവിശേഷത്തെയും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ക്രിസ്ത്യാനികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് പോലും ക്രിസ്തുവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിൽ സ്വാർത്ഥതകൾ അവരുടെ ആത്മീയ ഇടങ്ങളിൽ പോലും ഇടം പിടിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിനുപരിയായി മറ്റൊന്നിനും വില കൊടുക്കാതിരുന്ന അത്രമേൽ നസറത്തിലെ യേശുവിനോട് അനുരൂപപ്പെട്ട ഫ്രാൻസിസിന്റെ ജീവിതം നമുക്കൊരു പാഠമാണ്. അതുകൊണ്ടാണ് ലിയോ 14 മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്: അയാൾ അസീസിലെ ഫ്രാൻസിസ് സുവിശേഷത്തിന്റെ സ്പർശിക്കാവുന്ന മാതൃകയായിരുന്നു. ഫ്രാൻസിസിനെ തൊടുന്ന അവർ സുവിശേഷത്തെ സ്പർശിക്കുകയായിരുന്നു, യേശുവിനെ സ്പർശിക്കുകയായിരുന്നു. ഫ്രാൻസിസ്കൻ വർഷാചരണത്തിന്റെ ലക്ഷ്യം കേവലം ചില തീർത്ഥാടനങ്ങളിൽ ഒതുങ്ങുന്നതിലപ്പുറം അസീസിയിലെ സെറാഫിക് പാത്രിയാർക്കീസിലെ പ്രപഞ്ചത്തോട് അത്രമേൽ ഗാഢമായ സഹോദര ബന്ധം പുലർത്തിയ, സമാധാനത്തിന് വേണ്ടിയുള്ള നീണ്ട പരിശ്രമങ്ങൾ നടത്തിയ, കണ്ടുമുട്ടിയ സകല മനുഷ്യരോടും പാക്സെത്ത് ബോണുമെന്ന് ആശംസിച്ച നസറത്തിലെ യേശുവിനോടും കുരിശിലെ അവന്റെ സ്നേഹത്തോടും അത്രമേൽ അനുരൂപനായിരുന്ന ഫ്രാൻസിസിനെ ജീവിതത്തിൽ പകർത്തുകയെന്നുള്ളതായിരിക്കട്ടെ ഈ ഒരു വർഷാചരണത്തിൽ നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. ലോകത്തിന് 800 വർഷങ്ങൾക്കപ്പുറം മരിച്ച ഫ്രാൻസിസിനെ, അയാളുടെ മാതൃകയെ, അയാളുടെ ജീവിതത്തെ, അയാൾ കൊടുത്ത സന്ദേശത്തെ ഈ കാലഘട്ടത്തിലും അത്രമേൽ ആവശ്യമുണ്ടെന്ന് നമ്മുടെ ചുറ്റുമുയരുന്ന ഓരോ സംഭവവും നമ്മളോട് കാണിക്കുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു മനുഷ്യനെ 21-ാം നൂറ്റാണ്ടിൽ പുനരവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഫ്രാൻസിസ്കൻ വർഷം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും പാക്സ് എത്ത് ബോണും സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാവട്ടെ.